അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനികളെ, തബാറക സൂറത്തിൻ്റെ സൂറത്തുൽ മുൽക്ക് എന്ന അധ്യായത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് കഴിഞ്ഞ 2 വീഡിയോകളിൽ നാം പറഞ്ഞു വന്നത്. ഇത് അതിൻ്റെ 3-ാം ഭാഗമാണ്. കഴിഞ്ഞ 2 വീഡിയോയിൽ കണ്ടവരിൽ പലരും എന്നെ വിളിച്ചുകൊണ്ട് അത് ഒറ്റ സൂറത്തായി ചെയ്തുകൂടായിരുന്നു, അതല്ലേ കുറച്ച് നല്ലത് എന്ന് അഭിപ്രായം ചോദിച്ചവരുണ്ട്. പക്ഷേ ഒറ്റ സൂറത്തായി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വീഡിയോ ദീർഘിച്ച് പോകും, പലരുടെയും നെറ്റ് കഴിഞ്ഞു പോകും, അങ്ങനത്തെയൊക്കെ പരാതി ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ചെറിയ പാർട്ടായി ഇത് അവതരിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. ഇന്നല്ലദീന, നിശ്ചയമായും ഒരു കൂട്ടർ, യഖ്ശൗന റബ്ബഹും, അവർ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നു, ബിൽ ഗൈബി, അദൃശ്യമായി, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനവും, വ അജ്റുൻ കബീർ, മഹത്തായ പ്രതിഫലവും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. തീർച്ചയായും തങ്ങളുടെ നാഥനെ അദൃശ്യമായി ഭയപ്പെടുന്നവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവുമുണ്ട്. വ അസിറു കൗലക്കും വ വിജ്ഹറു ബി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. വ അസിറു കൗലക്കും, നിങ്ങളുടെ സംസാരം രഹസ്യമാക്കുക, അവിജ്ഹറു, അല്ലെങ്കിൽ പരസ്യമാക്കുക. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അവൻ ഹൃദയങ്ങളിലുള്ളതെല്ലാം നല്ലതുപോലെ അറിയുന്നവൻ തന്നെയാണ്. മനുഷ്യൻ്റെ വാക്കുകൾ രഹസ്യമായി ഉപയോഗിച്ചാലും പരസ്യമായി ഉപയോഗിച്ചാലും അള്ളാഹു അവൻ പറയുന്നതിന് മുമ്പേ അവൻ്റെ ഹൃദയത്തിൽ ഉൾപ്പെട്ട ആ സംഗതി എന്താണോ അത് അറിയുമെന്നാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വ അസിറു കൗലക്കും വ വിജ്ഹറു ബി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. നിങ്ങളുടെ സംസാരം രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക, രണ്ടായാലും അവൻ ഹൃദയങ്ങളിലുള്ളതെല്ലാം നല്ലതുപോലെ അറിയുന്നവനാണ്. അലാ യഅലമു മൻ ഖലക വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലക, സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ, വഹുവൽ ലത്തീഫുൽ ഖബീർ, അവനാകട്ടെ അതിനിഗൂഢമായ കാര്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ, അവൻ ഒരുത്തനാണ്, ജഅല ലക്കുമുൽ അർദ ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ അവനാണ്. ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ അള്ളാഹുവാണ്. ഫംഷു ഫി മനാകിബിഹ, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉപരിതലത്തിലൂടെ നടന്നു പോയിക്കോളൂ, അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊള്ളൂ. വകുലൂ മിൻ റിസ്ഖിഹി, അവൻ്റെ വക ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളൂ. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വ ഇലൈഹിൻ നുശൂർ. നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവനാണവൻ, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുക, അവൻ്റെ ആഹാരത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിബ ബിക്കുമുൽ അർദ ഫഇദാ ഹിയ തമൂർ. അഅമിൻതും, നിങ്ങൾ നിർഭയരാണോ, മംഫിസമായി, ആകാശത്തിലുള്ള ഒരുത്തനെ കുറിച്ച്, അൻ യഖ്സിബ ബിക്കുമുൽ അർള, അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച്, ഫൈദാ ഹിയ തമൂർ, അപ്പോൾ അത് ഇളകിക്കൊണ്ടിരിക്കും. അഅമിൻതും മംഫിസമായി അൻ യഖ്സിബ ബിക്കുമുൽ അർള ഫൈദാ ഹിയ തമൂർ, ആകാശത്ത് ആധിപത്യമുള്ളവൻ നിങ്ങളുടെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ,
അപ്പോഴത് ഇളകിക്കൊണ്ടിരിക്കും. അം അമിൻതും അംഫിസമായി അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അം അമിൻതും അംഫിസമായി, അല്ലെങ്കിൽ ആകാശത്ത് ആധിപത്യമുള്ള ഒരുത്തനെ കുറിച്ച് നിങ്ങൾ നിർഭയനാണോ? അൻ യുർസില അലൈക്കും ഹാസിബ, നിങ്ങളുടെ മേല് ഒരു ചരൽമഴ അയക്കുന്നതിനെ കുറിച്ച്. ഫസതഅലമൂന കൈഫ നദീർ, എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അം അമിൻതും അംഫിസമായി അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ, അതല്ലെങ്കിൽ ആകാശത്ത് ആധിപത്യമുള്ള അള്ളാഹു നിങ്ങളുടെ മേലൊരു ചരൽമാരി അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അള്ളാഹു മനുഷ്യന് വരുത്താൻ പോകുന്ന രണ്ട് വിപത്തുകളെക്കുറിച്ച്, അല്ലെങ്കിൽ രണ്ട് പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അതായത് അള്ളാഹു ഭൂമിയിലേക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതികഠിനമായ ഒരു ചരൽ മഴ നിങ്ങളുടെ മേൽ അയക്കുന്നതിനെ കുറിച്ചോ നിങ്ങൾ നിർഭയരാണോ എന്നാണ് ഈ വചനങ്ങളിലൂടെ നമ്മോട് ചോദിക്കുന്നത്. വലക്കത് കദ്ദബല്ലദീന മിൻ ഖബലിഹിം ഫകൈഫ കാന നകീർ. വലക്കത് കദ്ദബല്ലദീന മിൻ ഖബലിഹിം, തീർച്ചയായും ഇവർക്ക് മുമ്പുള്ളവർ സത്യം നിഷേധിച്ചിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നത് അവരൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വലക്കത് കദ്ദബല്ലദീന മിൻ ഖബലിഹിം ഫകൈഫ കാന നകീർ, തീർച്ചയായും ഇവർക്ക് മുമ്പുള്ളവർ സത്യം നിഷേധിച്ചപ്പോൾ എന്നിട്ട് എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നുവെന്ന് അവരൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവനെ യറൗഇല ത്വയ്രി ഫൗകഹും സ്വാഫാത്തിൻ വയക്ബിദുന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവനെ യറൗഇല ത്വയ്രി, അവർ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ? ഫൗകഹും, അവരുടെ മുകളിൽ, സ്വാഫാത്തിൻ, ആ ചിറകുകൾ വിടർത്തിക്കൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ടും, ഫൗകഹും സാഫാത്തിൻ വയക്ബിദുന, ചിറകുകൾ വിടർത്തിക്കൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, കരുണാനിധിയായ അള്ളാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. തീർച്ചയായും ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ വസ്തുവിനെയും കാണുന്നവനാണ്. അവനെ യറൗഇല ത്വയ്രി ഫൗകഹും സ്വാഫാത്തിൻ വയക്ബിദുന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. തങ്ങളുടെ മീതെ ചിറകുകൾ വിടർത്തിക്കൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും പക്ഷികൾ പറക്കുന്നത് അവർ കണ്ടിട്ടില്ലേ? കരുണാനിധിയായ അള്ളാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ വസ്തുവിനെയും കാണുന്നവനാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നത് വലിയൊരു പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്കറിയാം, മനുഷ്യരായ നമ്മൾ വിമാനവും മറ്റും ഉപയോഗിച്ച് പറക്കുമ്പോൾ എന്തൊക്കെ ടെക്നോളജി, എന്തൊക്കെ സാങ്കേതിക വിദ്യ കൊണ്ടാണ് ഒരു വിമാനം കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന്. എന്നാൽ ആകാശത്ത് കൂടി പറക്കുന്ന നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന കാക്ക, കുരുവി തുടങ്ങിയ പക്ഷികൾ വരെ ആകാശത്തിലൂടെ പറന്നു പോകുന്നു. അവയെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരാണ് എന്നാണ് ഈ വചനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്ക് സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.